ഇടതുപക്ഷ അനുഭാവിയാണ്, ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളാണ്. പക്ഷേ എന്നാൽ ഈ പാർട്ടി പ്രവർത്തകരൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ അവർക്കൊക്കെ നമ്മളൊരു രണ്ടാം തരം പൗരനായിട്ട് കാണുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ഒരാവശ്യത്തിന് പോയപ്പോൾ റിയാസ് ഖാനെ കണ്ടു, മറ്റേ മന്ത്രി. മൂപ്പര് DYFI കാലം തൊട്ട് നമ്മളെ സുഹൃത്താണ്, നമ്മൾ തമാശകളൊക്കെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഞാനിങ്ങനെ ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇന്ന് നേരിട്ട് ആളെ അതേ തരാം. അപ്പോൾ രാവിലെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോൺ പോലും എടുത്തില്ല, ഫോൺ വിളിച്ചാൽ പോലും എടുക്കാറില്ല. അങ്ങനെ എന്തിനാണ് നമ്മളങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് അറിയില്ല. AKI സെൻട്രൽ ഓഫീസിൽ വിജുവേട്ടൻ എന്നെ സഹായിച്ചു, പിന്നെ MP ശിവദാസ് സഹായിച്ചു. ബാക്കി എൻ്റെ ഒരാളും എന്നെ ഫോൺ വിളിച്ചില്ല. ബാക്കി ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. അവരൊക്കെ ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ എസ്കേപ്പായി. കഴിഞ്ഞ എൻ്റെ നിയമസഭ അതിൻ്റെ അപ്പുറത്തെ തെരഞ്ഞെടുപ്പിൽ പിന്നെ പയ്യന്നൂർ MLA TA മധു എൻ്റെ കൂടെ കുറച്ച് നിന്നു. ഈ കഴിഞ്ഞ നിയമസഭ MLA അപ്പുറത്തെ ഇലക്ഷനിൽ ഒരു 12ഓളം നിയമസഭാ മണ്ഡലത്തിൽ എൻ്റെ പ്രചരണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതിൽ 3/4 മത്സരിക്കുന്നുണ്ട്. പക്ഷേ എന്നെ ഒന്നും വിളിച്ചില്ല. കാരണം ഞാൻ തകർന്നു നിൽക്കുന്നുണ്ടാകുന്നതാണ് അവർ എന്നെ വിളിക്കാതെ. അവരെൻ്റെ ഫോൺ പോലും എടുക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്, മനസ്സിലായോ? ഇൻഡസ്ട്രിയിൽ നിന്ന് കുറേ ആൾ വിളിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ മസ്കറ്റ് ഹോട്ടലിൽ ഞാൻ അവിടെ ഇതിൻ്റെ ഒരാവശ്യത്തിന് പോയപ്പോൾ റിയാസ് ഖാനെ കണ്ടു, മറ്റേ മന്ത്രി. മൂപ്പര് DYFI കാലം തൊട്ട് നമ്മളെ സുഹൃത്താണ്, നമ്മൾ തമാശകളൊക്കെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഞാനിങ്ങനെ ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇന്ന് നേരിട്ട് ആളെ അതേ തരാം. അപ്പോൾ രാവിലെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോൺ പോലും എടുത്തില്ല, ഫോൺ വിളിച്ചാൽ പോലും എടുക്കാറില്ല. അങ്ങനെ എന്തിനാണ് നമ്മളങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് അറിയില്ല. നമ്മളൊരു ഇടതുപക്ഷ അനുഭാവിയാണ്, ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളാണ്. പക്ഷേ എന്നാൽ ഈ പാർട്ടി പ്രവർത്തകരൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ അവർക്കൊക്കെ നമ്മളൊരു രണ്ടാം തരം പൗരനായിട്ട് കാണുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പോയതിന് ശേഷം എന്തായാലും മാധ്യമങ്ങളും ജനങ്ങളും കൂടി എൻ്റെ കുടുംബത്തിനെ സഹായിക്കുന്നതിന് കുഴപ്പമുണ്ട്. പക്ഷേ എനിക്ക് സങ്കടമായ കാര്യം, സിനിമാ സംഘടനകളിൽ നിന്ന് ഒരാളും വിളിച്ചില്ല. സിനിമയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു. ലിജുവേട്ടൻ തൊട്ട് മഞ്ജു പത്രോസ്, സലാം ക, ഇർഷാദ് ക, മുസ്തഫ, കുറേ ആൾക്കാർ എന്നെ വിളിച്ചു. കുറേ ആൾക്കാർ, പിന്നെ ബാലാജി, കുറേ ആൾക്കാർ, അതിൽ പേരുകൾ എനിക്ക് പറയാം. കുറേ ആൾക്കാർ എന്നെ വിളിച്ചു. അവരൊക്കെ എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സിനിമ എൻ്റെ ഒരു ആവശ്യം എന്ന് വെച്ചാൽ ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ക്യാമ്പയിനാക്കി എടുത്ത് ഇതൊരു ഓളം ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ സിനിമാ സുഹൃത്തുക്കളിലെ ഒരു 3/4 എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. എന്താണെന്ന് അറിയില്ല. പലപ്പോഴും എനിക്ക് ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എനിക്ക് മനസ്സിലായി വല്ലാത്ത ഒരു അവസ്ഥ. അവരെ ഡിസ്ക്രിമിനേഷൻ എന്നോട് വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീനിയേട്ടൻ മരിച്ചപ്പോൾ എന്നെ ഏതെങ്കിലും പടത്തിൽ ഞാൻ നന്നായി ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട് സിനിമയിൽ. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ കേടടക്കം 3.5 കോടിയുടെ അടുത്തുണ്ട്. 3.5 കോടി. അത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിലാവുന്ന ഓർക്കാനുള്ള ഇതില്ല. കാരണം നമ്മൾ ഈ 6 മാസം കൊണ്ട് നമ്മളെ കോളിലേക്ക് 2 വർഷം കൊണ്ട് വരുന്ന കടക്കാരെ മാത്രം കോളുകളാണ്. നിങ്ങൾ വിചാരിച്ച് ഇത്രയും സുഹൃത്ത് ബന്ധമുള്ള ഒരാളെ ഫോണിലേക്ക് കടക്കാരെ മാത്രം കോളുകളാണ് വരുന്നത്. അതൊരു വല്ലാത്തൊരവസ്ഥയാണ്.